നമസ്കാരം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. ഇവിടെയാണ് ശരിക്കും. അപ്പൊ ഇവിടെ സ്കൂട്ടി എടുത്തിട്ട് ഓൻ പോയത്. ഓൻ പറഞ്ഞ വീട്ടിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ അവിടെ കടുവെള്ളെന്ന് പറയുന്നത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടു. കടുവ കൂട്ടിൽപ്പെട്ടാൽ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റും. വെടിവെച്ച് കൊല്ലണമെന്ന് നാട്ടുകാർ. എവിടെ പിടിക്കുന്നില്ല. അതിനൊരു തീരുമാനവും ഇല്ല, കൊല്ലുന്നുമില്ല. ഇപ്പൊ ഞാൻ പിലാക്കാവുള്ളൂ. എനിക്ക് പിലാക്കാവ് പോകണേന് ഇപ്പൊ പേടിച്ചിട്ട് പോകണം. ഇവിടെ പോകണം, 3 റോഡ് കൂടെ പോകണം. ഇനിയിപ്പോ പേടിച്ചിട്ടാ പോകാൻ പറ്റുള്ളൂ. എങ്ങനെ എന്ത് വിശ്വാസത്തിൽ നമ്മൾ പോകും? ദൌത്യത്തിന് നേതൃത്വം നൽകി ഡോക്ടർ അരുൺ സക്കറിയ. രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. UDFന്റെ മലയോര സമര പ്രചരണ യാത്രയ്ക്ക് തുടക്കം. കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു KC വേണുഗോപാൽ. VD സതീശൻ നയിക്കുന്ന ജാഥ 40 മണ്ഡലങ്ങളിലൂടെ. ലക്ഷ്യം മലയോര മണ്ഡലങ്ങൾ തിരികെ പിടിക്കൽ. AICC പിന്തുണയോടെ കൂടുതൽ കരുത്തനായി K സുധാകരൻ. പ്രവർത്തിക്കാത്ത KPCC ജനറൽ സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും മാറ്റും. ചേരിപ്പോരിൽ VD സതീശന് ഹൈക്കമാൻഡിന്റെ താക്കീത്. പുനഃസംഘടനാ പട്ടികയെക്കുറിച്ച് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വയനാട് DCC ട്രഷററുടെ മരണത്തിൽ IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന പരാതി ന്യായമെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട്. മതിയായ ജാഗ്രത കാട്ടിയില്ലെന്ന വിമർശനം. DCC അധ്യക്ഷനെ മാറ്റാൻ നീക്കം. റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. തലസ്ഥാനം കനത്ത സുരക്ഷയിൽ. മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. സ്വത്വത്തിന്റെ ആത്യന്തിക അടിത്തറ ഇന്ത്യൻ ഭരണഘടനയെന്ന് രാഷ്ട്രപതി. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ADGP P വിജയന്. അടൂരിൽ 17കാരി കൂട്ടബലാത്സംഗത്തിനിരയായി. പീഡനം 7ാം ക്ലാസ് മുതൽ. 5 പേർ അറസ്റ്റിൽ. പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. 8 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും. ORS കലക്കിയ പാത്രം വൃത്തിഹീനമായിരുന്നതായി പരാതി. അന്വേഷണം പ്രഖ്യാപിച്ച DMO. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും. കൈമാറ്റത്തിനുള്ള ഹർജി US സുപ്രീം കോടതി ശരിവെച്ചു. റാണ ഭീകരർക്ക് സഹായം നൽകിയെന്ന് കണ്ടെത്തൽ. കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാവും റാണിയെ കൈമാറുക. ഹമാസ് തടവുകാരെ മോചിപ്പിച്ച ഇസ്രയേൽ. വെസ്റ്റ് ബാങ്കിൽ സ്വീകരിച്ച ആയിരങ്ങൾ. നടപടി 4 ഇസ്രായേൽ വനിതാ സൈനികരെ ഹമാസ് മോചിപ്പിച്ചതിന് പിന്നാലെ. എർബൽ യഹൂദിനെ ഒരാഴ്ചയ്ക്കകം വിട്ടയക്കുമെന്ന് ഹമാസ്. വിശദമായി നോക്കാം. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. പ്രദേശവാസിയായ നൌഫലിന്റെ വീടിനടുത്താണ് കടുവയെ കണ്ടത്. സ്ഥലത്ത് പോലീസും വനംവകുപ്പും പരിശോധന നടത്തുകയാണ്. പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഇവിടെയാണ് ശരിക്കും. സ്കൂട്ടി എടുത്തിട്ട് ഓൻ പോയത്. ഓൻ പറഞ്ഞ വീട്ടിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ അവിടെ കടുവെള്ളെന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കായിരുന്നു. അപ്പൊ ഇവര് ഞങ്ങള് വീട്ടിൽ പോയിട്ട് ഇതിലേ പോയി. നേരത്തെ ബേസ് ക്യാമ്പിന് മുന്നിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് ADMന്റെ നേതൃത്വത്തിൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. ഓപ്പറേഷന്റെ ഭാഗമായി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള
10 ടീമംഗങ്ങളെ, അത് 8 പേരടങ്ങിയ 10 ടീമംഗങ്ങളെ നിരീക്ഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. വെടിവെക്കാനുള്ള ഉത്തരവ് നടപടികൾ ഉൾപ്പെടെയുള്ള ഉത്തരവ് അനുസരിച്ചിട്ട് മേൽ ടീം അംഗങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. കൂട്ടിലാണ് കടുവ അകപ്പെട്ടതെങ്കിൽ കാഴ്ച ബംഗ്ലാവിലേക്കാണ് മാറ്റുന്നത്. വനത്തിൽ 20 മീറ്റർ പരിധിയിലെ കാട് വെട്ടുന്നതിനുള്ള സമ്മതം ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ചെയ്തു വന്നിരുന്നതാണ്. അതൊരു ചെറിയ തടസ്സം കാരണം തുടരാതിരുന്നതാണ്. നാളെ മുതൽക്ക് വീണ്ടും തുടങ്ങും. അതേമാതിരി ഫെൻസിംഗ് ചെയ്യുന്നുള്ള ടെൻഡർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈൻ ഫെൻസിംഗ് ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ അത് കൂടെ തന്നെയാണ് കടുവ വന്നിട്ടുള്ളത്. ഫെൻസിംഗ് ചെയ്യുന്നുള്ള ടെൻഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസ്, ഫോറസ്റ്റ് രാത്രിയും പകലും സംയുക്തമായിട്ട് പെട്രോളിംഗ് നടത്തുന്നതാണ്. പിന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വാഹനങ്ങൾ വേണമെന്നാണ് പരീക്ഷാ കാലത്ത് വേണ്ടത്. അപ്പൊ അത് നമ്മൾ 6 വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് തിങ്കളാഴ്ച മുതൽ പ്രവർത്തിക്കുന്നതാണ്. MS അനീഷ് കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് വീണ്ടും ജനവാസ മേഖലയിൽ കടുവയെ കണ്ടത്. അത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരൊറ്റ ഉത്തരമേ അറിയേണ്ടതുള്ളൂ, കേൾക്കേണ്ടതുള്ളൂ. അത് കടുവ കൂട്ടിലായി അല്ലെങ്കിൽ കടുവയെ വെടിവെച്ച് കൊന്നു എന്നുള്ള വിവരത്തിനായി നാട്ടുകാർ മുഴുവൻ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ RRT സംഘത്തിൽ നിന്ന്? വിശദാംശങ്ങൾ. ഭവ്യ, ഇപ്പോഴും ജനങ്ങൾ ആശങ്കാകുലരായി തന്നെ തുടരുകയാണ്. പതിവിന് വിപരീതമായി നേരത്തെ തന്നെ ആളുകൾ വീടുകളിലേക്ക് കയറിയിരിക്കുന്ന കാഴ്ച നേരത്തെ നമ്മൾ കണ്ടു. ബേസ് ക്യാമ്പ് ഭാഗത്തൊക്കെ സമരം നടത്തിയും പ്രക്ഷോഭം നടത്തിയും ഇരുന്ന ആളുകളൊക്കെ കടുവയുടെ സാന്നിധ്യം വീണ്ടും ആ മേഖലയിൽ ഉണ്ടെന്നറിഞ്ഞതോടെ വളരെ തിടുക്കപ്പെട്ട് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ച കണ്ടു. വീട്ടിൽ കുട്ടികളും പ്രായമായവരും ഒക്കെ തനിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പോയത്. വീണ്ടും മറ്റു ചില മേഖലകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ കടുവയാണോ എന്ന സംശയത്തിലുള്ള കോളുകളും മറ്റും പോലീസിനും വനംവകുപ്പിനും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. RRT സംഘങ്ങൾ കാടിനോട് ചേർന്ന ഈ ജനവാസ മേഖലകളിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരടങ്ങുന്ന ദൗത്യ സംഘങ്ങളും പട്രോളിംഗ് നടത്തുന്നു. 8 പേർ വീതമുള്ള 10 ബാച്ചുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ വനംവകുപ്പ് പരിശോധന നടത്തുന്നത്. തെർമൽ ഡ്രോൺ ക്യാമറകളടക്കം ഉപയോഗിച്ചുള്ള പരിശോധനകളാണ്. പ്രത്യേകിച്ചും നേരത്തെ ഈ വൈകുന്നേരത്തോടുകൂടി കടുവയെ കണ്ടു എന്ന് പറഞ്ഞ വീടിന് സമീപ പ്രദേശങ്ങളിലും ആ ഭാഗത്തെ കാടുകളോട് ചേർന്ന ഇടങ്ങളിലുമൊക്കെ പരിശോധനകൾ നടത്തുന്നു. പോലീസ് ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ തന്നെ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം കടുവയുണ്ടോ എന്ന സംശയങ്ങളുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടണമെന്ന് ചൂണ്ടിക്കാട്ടി ഹോട്ട്ലൈൻ നമ്പറുകളൊക്കെ ഇതിനകം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങേയറ്റം ഭയചകിതരായാണ് ആളുകൾ നിൽക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് ജനങ്ങൾ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി ആ ബേസ് ക്യാമ്പിലേക്ക് പ്രക്ഷോഭവുമായി എത്തിയത്. അതിനുശേഷം നാടകീയമായ സംഭവങ്ങളാണ് നടന്നത്. മണിക്കൂറുകളോളം കളക്ടർ എത്തുമെന്ന് കാത്തിരുന്ന ജനങ്ങൾ അക്ഷമരായി ഒടുവിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിയുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് EDMന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. ഭവ്യ, MS അനീഷ് കുമാറാണ് വയനാട്ടിൽ നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. നാളെ വയനാട്ടിൽ വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. രാവിലെ 11 മണിക്ക് ചേരുന്ന അവലോകന യോഗത്തിൽ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കരെ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കും. അതേസമയം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മീൻമുട്ടി സ്വദേശി രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. അസാധാരണ സാഹചര്യമാണ് വയനാട്ടിലേത്. ജനങ്ങളാകെ സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും സംഘടിക്കുന്നു. കടുവയെ പിടികൂടുന്നതിന് പുറമെ ജനരോഷം ശമിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തേണ്ട സാഹചര്യം. ഈ പശ്ചാത്തലത്തിലാണ് നാളെ അടിയന്തരമായി യോഗം ചേരുന്നത്. വനമന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഇതിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മീൻമുട്ടി സ്വദേശി രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വീടിന് സമീപത്തെ സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. വനം വന്യജീവി സംഘർഷം അസാധാരണ സാഹചര്യത്തിലേക്ക് നീങ്ങിയതോടെ സർക്കാരും രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. പല ആക്രമണങ്ങളും ഒറ്റപ്പെട്ടതെന്ന് നിലപാടെടുക്കുമ്പോഴും മലയോര ജില്ലകളിൽ വന്യജീവി സംഘർഷങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് വെല്ലുവിളി. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് കൂടരഞ്ഞിൽ ഭീതി വിതച്ച പുലി കൂട്ടിലായി. പെരുമ്പുള കുരിയാട് മലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ആഴ്ചകളായി ഭീതിയിലായിരുന്നു കോഴിക്കോട് മലയോരം.
കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പുളക്കുരിയോത്ത് ഭാഗത്ത് മാസങ്ങളായി ഭീതി പരത്തിയ പുലിയാണ് കൂട്ടിലായത്. ദിവസങ്ങൾക്ക് മുൻപ് കൂടരഞ്ഞി സ്വദേശിനിയായ വീട്ടമ്മയെ പുലി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ 3 ആഴ്ച മുമ്പ് വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കൂട്ടിൽ പുലി കുടുങ്ങിയത്. സന്തോഷായി. ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങി. 2 ദിവസം മുമ്പ് ഞാൻ അതിനെ കണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ന്യൂസ് പുറത്ത് വിടാതിരുന്നതാ, കൂട്ടി കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. മുകളിൽ ആ കൂട് വെച്ചിരിക്കുന്നതിന്റെ കുറച്ച് മുകളിലുണ്ടായിരുന്നത്. അന്ന് പിന്നെ ഞാൻ അടിഞ്ഞുകൊണ്ട് കയറിയപ്പോ കണ്ടതാണ്. അപ്പൊ പിന്നെ ന്യൂസ് പുറത്ത് വിട്ടില്ല, അത് കൂട്ടി കയറുവാണെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും സമാധാനമായി, അതിനെ പിടിച്ചല്ലോ. മേഖലയിൽ ഇറങ്ങിയ പുലി നിരവധി വളർത്തുമൃഗങ്ങളെയും കൊന്നിരുന്നു. 2 ആഴ്ചയായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുള്ള രീതിയിൽ പുലിയുടെ സാന്നിധ്യം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ട അന്ന് തന്നെ കൂട് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അതിനുശേഷം ഇന്ന് ഇത് കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക ഇതോടുകൂടി മാറുകയാണ്. പിടികൂടിയ പുലിയെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലെത്തിച്ചു. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാകും എവിടേക്ക് മാറ്റണമെന്ന കാര്യത്തിൽ തീരുമാനമാക്കുക. ഇന്നലെ രാത്രിയിൽ ആയിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ഇതിനെ പ്രദേശത്ത് നിന്ന് മാറ്റി ഏതെങ്കിലും വനത്തിലെന്തായാലും ഇടുന്നില്ല, ഏതെങ്കിലും സൂവിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം. കൃഷിസ്ഥലത്തിറങ്ങിയ ആളെ കാട്ടാന ചവിട്ടി. വാദ്യാർചള്ള സ്വദേശി വിജയനാണ് പരിക്കേറ്റത്. പുലർച്ചെയാണ് സംഭവം. വിജയനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിനും അരയ്ക്കുമാണ് പരിക്ക്. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താനിറങ്ങിയവയാണ് കാട്ടാന വിജയനെ തിരികെ ഓടിച്ചത്. സ്ഥിരമായി ആനയിറങ്ങുന്ന സ്ഥലം കൂടിയാണിത്. കുറേ ദിവസമായി മേഖലയിൽ ആനകൾ തമ്പടിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമര പ്രചരണ യാത്രയ്ക്ക് തുടക്കമായി. കണ്ണൂർ കരുവൻചാലിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് UDF സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുന്ന ഒരു യാത്ര കണ്ണൂർ ജില്ലയിൽ നിന്നും ആരംഭിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര. നമ്മുടെ കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിൽ ഓരോ ദിവസവും വന്നു നോക്കുന്ന വാർത്തകൾ നോക്കിയാൽ എത്രയെത്ര സംഭവങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ മാനന്തവാടിയിലെ രാധ എന്ന് പറയുന്ന ആദിവാസി സഹോദരിയുടെ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറയായിരുന്നു, ശവശരീരം പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഒരു പ്രശ്നം മാത്രമാണ്, അത് ഏറ്റവും വലിയ ജീവൽ പ്രശ്നവുമാണ്. മലയോര മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ അവസ്ഥ ഭീകരമായി കൊണ്ടിരിക്കുകയാണ്. 5 മണിയോടെ കരുവഞ്ചാൽ പാലത്തിന് സമീപത്ത് വെച്ച് നേതാക്കളെ പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു. മലയോരത്തെ UDFന്റെ ശക്തി വിളിച്ചോതുന്ന പ്രകടനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഗ്രൂപ്പ് സമവാക്യം മറന്ന് ഒറ്റക്കെട്ടായി നേതാക്കൾ എത്തിയതോടെ അണികൾക്കും ആവേശമായി. റിപ്പബ്ലിക് ദിനമായതിനാൽ നാളെ പര്യടനം ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ആലങ്കോട്. KPCC അധ്യക്ഷന് ഹൈക്കമാൻഡ് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി K സുധാകരന്റെ നിർണായക കൂടിക്കാഴ്ച ഉടൻ. കണ്ണൂരിൽ വെച്ചാണ് പുനഃസംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടക്കുക. കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന KPCC ജനറൽ സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും ഉടൻ മാറ്റിയേക്കുമെന്നാണ് സൂചന. അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരുമെന്ന വാർത്ത ന്യൂസ് 18 ആണ് ഇന്നലെ പുറത്തുവിട്ടത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ K സുധാകരന് ഹൈക്കമാൻഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുനഃസംഘടനാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് K സുധാകരൻ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന KPCC ജനറൽ സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പട്ടിക ദേശീയ നേതൃത്വത്തിന് KPCC കൈമാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിലുണ്ടായ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പൊതുസമ്മതനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനുള്ള ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. അല്ല, അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല.
നമ്മൾ പട്ടിക വല്ലതും കൊടുത്തിട്ടുണ്ടോ? പട്ടിക കൊടുത്തു എന്നൊക്കെ സംബന്ധിച്ചവരുണ്ടോ? ഒരു പട്ടിക കൊടുത്തു എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനിടെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ KPCC നിയോഗിച്ച ഉപസമിതി ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നേതൃത്വത്തിന് കൈമാറി. ആരോപണ വിധേയർക്കെതിരെ നേരിട്ടുള്ള പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിൽ ഇല്ലെങ്കിലും DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ നീക്കമെന്നാണ് സൂചന. മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ബാധിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് AICC നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്തയിലേക്ക് കടക്കുന്നു. ഇപ്പോൾ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആർ കിരൺ ബാബു നൽകും വിശദാംശങ്ങൾ. കിരൺ, ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ, എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? ഭവ്യ, പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം എന്ന് തന്നെ പറയാം. രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ പത്മ വിഭൂഷൺ മരണാനന്തര ബഹുമതിയായി MD വാസുദേവൻ നായർക്ക് നൽകാൻ തീരുമാനം ആയിരിക്കുന്നു. മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ ഒന്നാണ്. രാജ്യത്തെ 7 പേർക്കാണ് പത്മവിഭൂഷൺ. 3 പത്മ പുരസ്കാരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മവിഭൂഷണാണ്. പത്മവിഭൂഷൺ MD വാസുദേവൻ നായർക്ക് ലഭിച്ചിരിക്കുന്നു. മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് നൽകുന്നത്. പത്മഭൂഷൺ ബഹുമതിക്ക് അവയവമാറ്റ ശസ്ത്രക്രിയ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഹോക്കിയിൽ അഭിമാന താരമായ PR ശ്രീജേഷും കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്മശ്രീക്ക് മുൻ ഫുട്ബോൾ താരം IM വിജയൻ പത്മശ്രീക്ക് കേരളത്തിൽ നിന്ന് അർഹനായിട്ടുണ്ട്. നടി ശോഭന, തമിഴ്നാട്ടിൽ നിന്നാണ് നടി ശോഭനയും പത്മശ്രീക്ക് അർഹത നേടിയിട്ടുണ്ട്. എന്തായാലും മലയാളത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. MD വാസുദേവൻ നായരെ പോലെ മലയാളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ ഒരു മഹാനായ എഴുത്തുകാരന് മരണാനന്തര ബഹുമതിയായി, അതും മരണം നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഒരു ബഹുമതി പ്രഖ്യാപനത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. രാജ്യത്ത് 7 പേർക്കാണ് ഇത്തരത്തിൽ പത്മ വിഭൂഷൺ ബഹുമതി നൽകിയിരിക്കുന്നത്. അതിൽ ഒരാൾ മലയാളിയാണ്. അത് MD വാസുദേവൻ നായരാണ് എന്നത് നമുക്ക് കൂടുതൽ അഭിമാനം നൽകുന്ന ഒന്നാണ്. 19 പേർക്കാണ് പത്മഭൂഷൺ ബഹുമതി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ ബഹുമതി നൽകിയിരിക്കുന്നത് ജോസ് ചാക്കോ പെരിയപുരത്തിനും PR ശ്രീജേഷുമാണ്. 2 പേരാണ് കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ബഹുമതിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ജോസ് ചാക്കോ പെരിയപുരം അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ആകെ വൈദ്യശാസ്ത്ര രംഗത്ത് അഭിമാനമുയർത്തിയ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി, 2ാമത്തെ വലിയ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ PR ശ്രീജേഷ്, ഇന്ത്യയുടെ ഹോക്കി ടീമിൻ്റെ അഭിമാന താരം, ലോകത്തെ ഹോക്കി ഉള്ള രാജ്യങ്ങളെല്ലാം അറിയുന്ന പ്രധാനപ്പെട്ട താരമായി ഹോക്കിയിൽ നിന്ന് ഈ അടുത്ത ഇടയ്ക്ക് വിരമിച്ച PR ശ്രീജേഷ്, മലയാളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനമായ PR ശ്രീജേഷിനെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരം നൽകുകയാണ്. ഒരു കായിക താരത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒരു വലിയ ആദരം കൂടിയാണ്. അതോടൊപ്പം തന്നെ IM വിജയൻ, ഇന്ത്യക്ക് ഒരു കാലത്ത് PR ശ്രീജേഷ് ആയിരുന്നു അടുത്ത കാലത്ത് വലിയ അഭിമാനമെങ്കിൽ, ഒരു കാലത്ത് കേരളത്തെ ഇന്ത്യക്ക് ആകെ അടയാളപ്പെടുത്തിയ, ഇന്ത്യ ആകെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ ഫുട്ബോൾ താരമായ ഇന്ത്യയിൽ ആകമാനം വലിയ തരത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ബംഗാളിലും ഒക്കെ വലിയ തോതിൽ ആരാധകരുള്ള IM വിജയൻ, മുൻ ഫുട്ബോൾ താരം IM വിജയനെ, ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടി IM വിജയന് പത്മശ്രീ ബഹുമതി നൽകി ആദരിക്കുന്നു. അദ്ദേഹവും അതുവഴിയും കേരളം ആദരിക്കപ്പെടുക തന്നെയാണ്. നടൻ അജിത്ത് അടക്കമുള്ളവർക്കും മലയാളി കൂടിയായ നടി ശോഭനയ്ക്കും പത്മഭൂഷൺ ബഹുമതിയുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള നോമിനേഷനിലാണ് അവർക്ക് പത്മഭൂഷൺ ബഹുമതിയിലേക്ക് എത്തുന്നത്. അതും മലയാളത്തെ സംബന്ധിച്ച് ശോഭനയ്ക്ക് കിട്ടിയ ഈ അവാർഡും മലയാളത്തിൻ്റെ ഒരു ബഹുമതിയായി തന്നെ നമുക്ക് കരുതാം. അതോടൊപ്പം തന്നെ ഓമനക്കുട്ടി ടീച്ചറിനും, സംഗീത മേഖലയിൽ നിന്ന് ഓമനക്കുട്ടി ടീച്ചറിനും പത്മശ്രീ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിന് അഭിമാനാർഹമായ ഒട്ടേറെ നേട്ടങ്ങളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. പത്മഭൂഷൺ ബഹുമതിക്ക് അർഹരായ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ സൂര്യപ്രകാശാണ്. അത് കർണാടകയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സാഹിത്യകാരൻ കൂടിയായ സൂര്യപ്രകാശ് കർണാടകയിൽ നിന്നും അവാർഡ് നേടിക്കുന്നു. ശ്രീ അനന്തനാഗ്, നടൻ കൂടി അനന്തനാഗിന് കർണാടകയിൽ നിന്നും അവാർഡ്. ഡൽഹിയിൽ നിന്നും ബിബേക് ദേബ്രോയ്ക്ക് പോസ്റ്റ്മസ് മരണാനന്തര ബഹുമതിയായി അവാർഡ്, പത്മഭൂഷൺ ബഹുമതി നേടിയിരിക്കുന്നു. ജെയിൻ ഗോസ്വാമി ആസാമിൽ നിന്ന് പത്മഭൂഷൺ ബഹുമതി. കേരളത്തിൽ നിന്ന് മെഡിക്കൽ രംഗത്ത് ജോസ് ചാക്കോ പെരിയപുരത്തിനാണ് പത്മഭൂഷൺ ബഹുമതി ഉള്ളത്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ
ആർക്കിയോളജിയിൽ കൈലാസ്നാഥ് ദീക്ഷിതിന് പത്മഭൂഷൺ ബഹുമതി, മനോഹർ ജോഷിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നു. മനോഹർ ജോഷിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹത്തിന്, മനോഹർ ജോഷിക്ക് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹത്തിന് കൂടി മരണാനന്തര ബഹുമതി പത്മഭൂഷൺ നൽകുന്നു. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നല്ലി കുപ്പുസ്വാമി ചെട്ടിക്ക് തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകുന്നു. ആർട്ടിൽ കലാരംഗത്ത് നിന്ന് നടൻ നന്ദമൂരി ബാലകൃഷ്ണയ്ക്കും അവാർഡ്, ആന്ധ്രാപ്രദേശിൽ നിന്ന് നന്ദമൂരി ബാലകൃഷ്ണയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കൂടി പത്മഭൂഷൺ ബഹുമതി നൽകി. മുതിർന്ന നടൻ കൂടിയാണ് അദ്ദേഹം, കർണാടകയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മുതിർന്ന നടൻ കൂടിയാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകിയാണ് ആദരിക്കുന്നത്. കേരളത്തിൽ നിന്ന് PR ശ്രീജേഷ്, പങ്കജ് പട്ടേൽ ഗുജറാത്തിൽ നിന്ന് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിലാണ്. അതോടൊപ്പം തന്നെ പങ്കജ് ഉദാസിനും മരണാനന്തര ബഹുമതിയായി പങ്കജ് ഉദാസിന്, ഗായകൻ കൂടിയായ പങ്കജ് ഉദാസിന് മഹാരാഷ്ട്രയിൽ നിന്നും അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു. സാഹിത്യരംഗത്ത് നിന്നും രാം ബഹദൂർ റായ് ആണ് ഉത്തർപ്രദേശിൽ നിന്നും. അതോടൊപ്പം തന്നെ നിരവധി പേർ കലാരംഗത്ത് നിന്നും അജിത് കുമാറിന് തമിഴ്നാട്ടിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് ശേഖർ കപൂറിന്, ശോഭന ചന്ദ്രകുമാർ എന്ന് പറയുന്നത് നടി ശോഭനയാണ്. നടി ശോഭനയ്ക്കും തമിഴ്നാട്ടിൽ നിന്നാണ്. നടി ശോഭനയ്ക്കും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബീഹാറിലെ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ സുശീൽ കുമാർ മോദിക്കും രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിന്റെ മികവിന് പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ പത്മഭൂഷൺ നൽകി കലാരംഗത്തു നിന്ന് നിരവധി പേർക്ക് ഇത്തരം ആദരവ് രാജ്യം നൽകുന്നുണ്ട്. ഈ 2025 റിപ്പബ്ലിക് ദിനത്തിന് തൊട്ട് മുമ്പായി, ഈ റിപ്പബ്ലിക് ദിനത്തിന് തലേന്നാണ് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഭാരതരത്ന ഇക്കുറി ആർക്കും പ്രഖ്യാപിച്ചിട്ടില്ല. പത്മ അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് പത്മവിഭൂഷൺ ആണ്. അത് വളരെ കുറച്ച് പേർക്കാണ് എല്ലാ തവണയും നൽകുന്നത്. ഇത്തവണ 7 പേർക്കാണ് നൽകുന്നത്. മറ്റൊന്ന് പത്മഭൂഷൺ അവാർഡാണ്. പത്മഭൂഷൺ അവാർഡ് 19 പേർക്കാണ് നൽകിയിരിക്കുന്നത്. പത്മശ്രീ 113 പേർക്കാണ് പത്മശ്രീ അവാർഡ് ലഭ്യമായിരിക്കുന്നത്. പത്മശ്രീ അവാർഡിൽ കേരളത്തിൽ നിന്നും സംഗീത മേഖലയിൽ CR ഓമനക്കുട്ടി ടീച്ചർക്കാണ് കേരളത്തിൽ നിന്ന് അവാർഡ്, പത്മശ്രീ അവാർഡിന് അർഹയായിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. കേരളത്തിന് പത്മവിഭൂഷൺ, MD വാസുദേവനാർക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നു. രാജ്യത്തെ പത്മ അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കേരളത്തിൽ നിന്ന്, അതും MD വാസുദേവനാരെ പോലെ മലയാളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ മഹാനായ എഴുത്തുകാരന്, മലയാളത്തെ സംബന്ധിച്ച് ആദ്യം ഓർമ്മ വരുന്ന പേരുകൾ, മലയാള സാഹിത്യത്തെ സംബന്ധിച്ചും ആദ്യം ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്നുകൂടിയായ MD വാസുദേവനാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചും വലിയ അഭിമാനം തന്നെയാണ്. എന്തായാലും 113 പേർക്കാണ് പത്മശ്രീ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 അവാർഡിന്റെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അവാർഡുകളെല്ലാം തന്നെ മലയാളികൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് മലയാളത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും നേട്ടം തന്നെയാണ്. 2025 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ, ഹോക്കി താരം PR ശ്രീജേഷിനും പത്മവിഭൂഷൺ, നടി ശോഭനയ്ക്ക് പത്മഭൂഷൺ, തമിഴ്നാട്ടിൽ നിന്നുള്ള വാദ്യ സംഗീതജ്ഞൻ വേലു ആശാൻ, പാരാ അത്ലറ്റിക് ഹർവീന്ദർ സിംഗ്, നാടോടി ഗായിക ബാട്ടുൽ ബീഗം, സ്വാതന്ത്ര്യ സമരസേനാനി ലീഭ ലോഭോ സർദേശായി എന്നിവർ ഉൾപ്പെടെ 31 പേരാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായത്. പത്മ പുരസ്കാര ജേതാക്കളുടെ മുഴുവൻ പട്ടികയും ഇന്ന് തന്നെ പുറത്തുവിടുമെന്നാണ് സൂചന. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ വഴികാട്ടി ഭരണഘടനയാണെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒരു കുടുംബം എന്ന നിലയിൽ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത് ഭരണഘടനയാണ്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി ഭരണസ്ഥിരത ഉറപ്പാക്കും. രാജ്യത്തെ കൂടുതൽ മേഖലകളിൽ വികസനം എത്തിക്കാനായില്ലെന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ വിപ്ലവം സൃഷ്ടിച്ചുവെന്നും രാഷ്ട്രപതി. कौशल विकास का विस्तार तथा इन्हें मुख्य धारा में शामिल किया जाना स्वागत योग्य उपलब्धि है. इस प्रक्रिया को आगे बढ़ाते हुए आप हमारे युवाओं को योजनाबद्ध तरीके से कॉरपोरेट सेक्टर में इंटर्नशिप के अवसर प्रदान किए जा रहा है. स्कूल स्तर की शिक्षा का आधार मजबूत बनाने के साथ साथ हमारे देश में विद्यार्जन की विभिन्न शाखाओं.